UDF തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവോ? ഒരു മാധ്യമപ്രവർത്തകൻ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ചോദിച്ച ചോദ്യത്തിന് സതീശൻ നൽകിയ ഉത്തരമാണ് മലയാളി സമൂഹത്തെ അത്ഭുതപ്പെടുത്തിയത്. UDF തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്. എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. പരാജയപ്പെട്ടാൽ അതെൻ്റെ വ്യക്തിപരമായ പരാജയം കൂടിയാണ്. അങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. ഞാൻ റിട്ടയർ ചെയ്യും. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതാണിത്. രാഷ്ട്രീയം മാറ്റിവെച്ച് ചിന്തിച്ചാൽ UDF തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യട്ടെ. ജയമുണ്ടായാൽ അത് കൂട്ടായ പരിശ്രമത്തിൻ്റെ വിജയമാണെന്നും തോൽവിയുണ്ടായാൽ അത് എൻ്റെ മാത്രം പരാജയമാണെന്നും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്നും തുറന്നു പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കാണിച്ചു തരാൻ പറ്റുമോ VD സതീശൻ അല്ലാതെ? അതാണ് VD സതീശൻ. ഇതിനെ അമിത ആത്മവിശ്വാസമെന്നോ അഹങ്കാരമെന്നോ ഒക്കെ പറഞ്ഞ് വിമർശിക്കാം നമുക്ക്. പക്ഷേ ഞാനതിനെ ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത്. ഒരു മുന്നണിക്ക് നേതൃത്വം നൽകുന്ന, തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന ഒരു നേതാവ് ഇത്ര ആത്മവിശ്വാസം അത് പ്രകടിപ്പിക്കുമ്പോൾ അത് താഴെത്തട്ടിലേക്ക്, അത് അണികളിലേക്ക് എത്തും. പൊതുവെ ദുർബലമായ സംഘടനാ സംവിധാനമുള്ള കോൺഗ്രസിന് ഇത് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ എല്ലാവരും മത്സരിക്കും. പരാജയപ്പെട്ടാലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി അതിൽ നിന്ന് ഊരും. അതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന്, അതായത് റിട്ടയർമെന്റിന് പോകുമോ ഇല്ലയോ എന്നതൊക്കെ പിന്നീടുള്ള കാര്യം. പക്ഷെ അത് ധൈര്യമായി പറയാൻ കാണിച്ച ആ ഒരു ധൈര്യമുണ്ടല്ലോ, ചങ്കൂറ്റം, അതിൽ ഉറച്ചു നിൽക്കുന്നത്, തൻ്റെ പ്രവൃത്തിയിലുള്ള ആത്മവിശ്വാസം, അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. അതൊരു ഹീറോയിസം തന്നെയാണ്. അതാണ് സതീശനെ വേറിട്ട ഒരു നേതാവായി അംഗീകരിക്കുന്നത്, കാണുന്നത്. ഇതാണ് പറയുന്നത് VD സതീശന് പകരം VD സതീശൻ മാത്രമേ ഉള്ളൂ. സതീശൻ അങ്ങനെയാണ്, നിലപാടിൽ ഉറച്ചു നിൽക്കും. ഒരു വിഷയം ഏറ്റെടുത്താൽ പകുതി വഴിക്ക് ഇട്ടേച്ചു പോകില്ല, ആദ്യാവസാനം കൂടെ കാണും. അങ്ങനെയുള്ള നേതാക്കളെയാണ് നാടിന് വേണ്ടത്, നമുക്ക് വേണ്ടത്. അല്ലാതെ അപ്പോൾ കാണുന്നവനെ അപ്പായി എന്ന് വിളിക്കുന്ന PC ജോർജിനെ പോലെ, അയാളുടെ മകൻ ഷോൺ ജോർജിനെ പോലെ ഒന്നുമുള്ളവരെ 7 അയലത്ത് അടുപ്പിക്കരുത്.